ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ CPM-ന് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു നൽകാൻ പോവുകയാണ്. ചെറിയ വാഗ്ദാനമല്ല. അതായത് നമുക്കറിയാം, 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്ന് CPM വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ്. അതവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. എത്രയോ വേണ്ടാത്ത പരിഷ്കാരങ്ങൾ നടത്തി CPM ഭരണത്തിൽ നെകളിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് 3.5 പതിറ്റാണ്ടിന്റെ ഭരണം മാത്രമല്ല, അന്നാട്ടിലെ CPM-ന്റെ സർവസ്വവുമാണ്. അങ്ങനെ CPM-നെ അവിടെ ഇല്ലാതാക്കിയത് പഴയ കോൺഗ്രസ്സുകാരി മമതാ ബാനർജി ആണെങ്കിലും കോൺഗ്രസിന്റെ പട്ടികയിലല്ല ആ സംസ്ഥാനം ഉള്ളത്. എങ്കിലും കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന BJP കോൺഗ്രസിനൊപ്പം തന്നെ എതിരാളിയാക്കി വെച്ചിരിക്കുന്ന നേതാവാണ് മമതാ ബാനർജി. ആ മമതയെ തോൽപ്പിക്കാനാണ് CPM വലിയ ഓഫർ നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ BJP CPM-ന് ഓഫർ നൽകിയിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെ കേരളത്തിലും തോൽപ്പിക്കണം, അതാണ് അവരുടെയൊക്കെ ആവശ്യം. അതിനായി BJP നൽകിയിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് 2026-ൽ കേരളത്തോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തിയാൽ CPM-ന് അവിടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. CPM-ന് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് അവരുടെ പാർട്ടി ഓഫീസുകൾ പോലും കയറാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 3.5 പതിറ്റാണ്ട് ഭരിച്ച CPM-ന് ഇപ്പോൾ പാർട്ടി ഓഫീസ് പോലും പ്രവർത്തിക്കാൻ പശ്ചിമ ബംഗാളിൽ സാധിക്കുന്നില്ല. അങ്ങനെ തൃണമൂൽ ഭരണത്തിൽ പിടിച്ചെടുത്ത CPM-ന്റെ ഓഫീസുകളെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് BJP നൽകിയിരിക്കുന്ന വാഗ്ദാനം. അതുപോലെ CPM-ന്റെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഒരു ഭയവുമില്ലാതെ BJP-യെ പോലും വിമർശിക്കാൻ അവസരം നൽകും. അത് വലിയ ഒരു ഓഫർ ആണ്. വിമർശിച്ചതിന്റെ പേരിൽ പോലീസ് ഇവരുടെ വീട് തേടി വരില്ലെന്നും BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയാണ് വ്യക്തമാക്കിയത്. നിയമവാഴ്ച പുനഃസ്ഥാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഇന്ത്യ ഒരു ബഹുകക്ഷി ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ പാർട്ടികൾക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ബംഗാളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത് അതുകൊണ്ട് അനിവാര്യമാണ്. അതിന് തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് BJP പറയുന്നത്. അതായത് CPM-ന്റെ പിന്തുണയോടുകൂടി ബംഗാളിൽ വിജയിക്കണമെന്നാണ് അതിന്റെ ആവശ്യം. അതിനായി CPM-നെയാണ് അവർ കൂട്ടുപിടിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സമീക് ഭട്ടാചാര്യ എന്ന BJP അധ്യക്ഷൻ ഇത് വ്യക്തമാക്കിയത്. ഏതായാലും അഖിലേന്ത്യാ തലത്തിൽ CPM-ന് എല്ലാ സഹായവും നൽകാൻ തീരുമാനിച്ച BJP-യുടെ മുന്നിൽ കേരളം മാത്രം ഇനി മാറാൻ സാധ്യതയുമില്ല എന്നാണ് അർത്ഥം. അതാണ് പിണറായി വിജയന്റെ ധൈര്യവും. പിണറായി വിജയന് എന്തു ചെയ്താലും ഇത്രയും അധികം പിന്തുണ ലഭിക്കുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള രാജ്യവ്യാപകമായ ഒരു സഖ്യത്തിന്റെ ഫലമായിട്ട് എന്ന് വ്യക്തമാകുകയാണ് ബംഗാളിൽ നിന്ന്.